ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലായിലാണ്. പാലായിൽ കടപ്പാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ പാലായിൽ ചില കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നതാണ്. പാല കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാനൊന്നുമില്ല. പക്ഷേ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പം നമുക്ക് ചിലപ്പോൾ കാണാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് അത് വിഷയമില്ല. കാരണം എപ്പോഴും കാണുന്നത് കൊണ്ട് പാല കാണാനൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് പാലായിലെ ചില കാഴ്ചകളൊക്കെ ആയിട്ട് പോരാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ നേരെ നിൽക്കുന്ന പാലയാണ്. പാല നേരെ പോയി കഴിഞ്ഞാൽ പാല സിറ്റിയാണ് കാണുന്നത് കേട്ടോ. പാല സിറ്റിയിലേക്ക് പോണ വഴിയാണ്. ഇപ്പം ഞാനിപ്പോൾ പാല കടപ്പാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടതുവശത്ത് ഒരു മനോഹരമായ റൈറ്റ് സൈഡിൽ മനോഹരമായ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, പാല കിച്ചൺ എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് നോക്കണ്ട. നമുക്ക് ഇപ്പോൾ പാലയിലത്തെ ഈ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായ നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇപ്പോൾ ഞാൻ അവിടുന്ന് നടന്നു വരുന്ന വഴിയാണ്. അത് നേരെ പോകുന്നത് ഈ റോഡ് നേരെ പോണ കോട്ടയമാണ്. മനസ്സിലായില്ലേ? ആ പാലാ കോട്ടയം വഴിക്കാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ നിന്ന സ്ഥലമാണത്. കണ്ടില്ലേ? ഇത് അങ്ങോട്ടൊരു വഴിയാണ്. എവിടേക്കാ പോകണമെന്നുള്ളത് അറിയത്തില്ല. ഇത് കണ്ടോ, പാലയുടെ ഇപ്പോൾ നമ്മൾ പാല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി ഒരു ബംഗ്ലാവ് ഉണ്ട്. ഇത് കണ്ടില്ലേ? ആ ബംഗ്ലാവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പാലാ കിച്ചൻ്റെ ഒരു ഭാഗമായി കാണണം. ഇത് കണ്ട, ഈ കാർ നിൽക്കുന്നതിൻ്റെ ബാക്കിലേക്ക് പാലാ കിച്ചനാണ്. ഇത് കണ്ടില്ലേ? വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. കണ്ടില്ലേ? ഓക്കെ, നമ്മളെ ഇവിടെ കാണുന്നത്, ആ ദൂരെ കാണുന്നത് കടപ്പാട്ടൂർ അമ്പലമാണ്. ഓം നമ ശിവായ ക്ഷേത്രമാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് ലോഡ്ജുകൾ അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ അങ്ങനെ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ, ആ റോട്ടേ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് വീടുകളൊക്കെ കാണാം. അത് കണ്ടില്ലേ? ഞാനിപ്പോൾ വന്ന വഴിയാണ്, ആ കാറ് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ? കടപ്പാട്ടൂർ അമ്പലമാണ് ആ കാണുന്നത്. ഇത് കണ്ടില്ലേ? കണ്ടോ? ഇതിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റോഡാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആ പാലം. അത് കണ്ടോ? ആ പാലമാണ് കാണുന്നത്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് പാല ടൗണിലേക്കാണ്. ടൗണിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ റൈറ്റ് പോയ പാല ടൗണ്, ലെഫ്റ്റ് പോയ കോട്ടയം, എറണാകുളം, അങ്ങനെ പോവാം. കണ്ടില്ലേ? നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാല ആറിൻ്റെ തീരത്താണ്. ഇത് കണ്ടോ? ഞാൻ നേരത്തെ കണ്ട പാലമാണ് കാണിക്കുന്നത്. അത് അവിടെ നിന്ന് നടന്നു വരുന്നതാണ്. ഇപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കവാടത്തിൻ്റെ മുമ്പിൽ തന്നെ അതിന് ചുവട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ പാല ആറാണ് ഈ കാണുന്നത്. ഇത് കണ്ട, ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ആറാണ്. നമുക്ക് അപ്പുറത്തെ പാലം കാണാനുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ? ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഇപ്പുറത്തുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ആ റോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ കവാടം ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ അപ്പുറത്തുനിന്നുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തുള്ള റോഡിലാണ് നിൽക്കുന്നത്. ചെറിയൊരു റോഡാണ്. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ റോട്ടിൽ തന്നെയാണ്. ആ റോട്ടിൻ്റെ ഒരു സൈഡിലാണ്, ഒരു തണലത്താണ് നിൽക്കുന്നത്. ആ ഓട്ടോറിക്ഷ വരുന്ന അവിടെ ആ കാർ അങ്ങോട്ട് പോകണം. റൈറ്റ് സൈഡിലേക്ക് പോയാൽ അത് കോട്ടയമാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലാ ടൗണിൽ നിന്ന് നേരെ വേറെ അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളാ പോണ ആ ക്ഷേത്രം പോണ കവാടം കഴിഞ്ഞ് വരുന്ന ആ റോഡാണ്. നേരെ പോയി കഴിഞ്ഞാൽ ഈ എരുമേലി പമ്പയൊക്കെ പോണ റോഡാണ്. ഇവിടെ കാണാനൊക്കെ വലിയ, എന്നാലും ബ്യൂട്ടിഫുള്ള് തന്നെയാണ്. കണ്ടില്ലേ? നല്ല സീനറിയാണ്. അവിടെ തേക്കിൻ്റെ മരങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റോഡ് ഇവിടെ ഇങ്ങനെയുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് ഏത് വീഡിയോയും പിടിക്കാൻ പറ്റും. ഓക്കെ, നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇത് കണ്ടോ? പാല കൊട്ടാരമറ്റ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതായത് കൊട്ടാരമറ്റ സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ജോസ് പടിഞ്ഞാറേക്കര മെമ്മോറിയലിൻ്റെ അയാളെ ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിലായിട്ട് അദ്ദേഹം പണിയെടുത്തിയ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു ഈ കൊട്ടാരമറ്റ സ്റ്റാൻഡ്. ഇതുകൊണ്ട് നേരെ പോയി കഴിഞ്ഞാൽ എരുമേലിയല്ല, ഈരാറ്റുപേട്ട വരണങ്ങാനമൊക്കെ നേരെയാണ്. ഇവിടുന്ന് 6 കിലോമീറ്ററാണ് വരണങ്ങാനത്തിനുള്ളത്. ഈരാറ്റുപേട്ടേൻ്റെ കണക്കറിയത്തില്ല, പക്ഷേ ഈരാറ്റുപേട്ട ഈ റോഡ് തന്നെയാണ്. നേരെ പോയാൽ വരണങ്ങാനമാണ്. ഇതുണ്ട്, ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇത് കണ്ടില്ലേ, കണ്ടോ? കൊട്ടാരമറ്റ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ അവിടെ നിന്നാണ് കണ്ടത്. ഇപ്പോൾ കൊട്ടാരമറ്റ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അത് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി പോകാം. ഇത് കണ്ടില്ലേ, അവിടെ വേറെ റോഡും കൂടി ഉണ്ട്. അവിടെ റോഡും കൂടി അപ്പുറത്തോട്ട് വരുന്നുണ്ട്. ആ റോഡാണ് കാണുന്നത്. ആ റോഡിൽ കൂടിയുള്ള വാഹനങ്ങളാണ് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ പാല സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവും ഏകദേശമൊക്കെ, കണ്ടില്ലേ? ഓക്കെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസിൻ്റെ മുന്നിലാണ്. കണ്ടില്ലേ, ബിഷപ്പ് ഹൗസാണ് അത്. ഈ നേരെ കാണുന്നത് ആ ഗേറ്റ് കണ്ടോ, അവിടെ ബിഷപ്പ് ഹൗസ് എന്നുള്ളൊരു ബോർഡ് കാണും. ബസ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ആ ഗേറ്റാണത്. അത് നേരെ കടന്നു ചെല്ലുന്നത് ബിഷപ്പ് ഹൗസാണ്. ഓക്കെ, ഇത് പാല സെൻറ്റ് തോമസ് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ പാല ഞങ്ങളുടെ ഏകദേശം നമ്മൾ നഗരമധ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് ആ സ്കൂളിൻ്റെ ഒരു മെമ്മോറിയൽ ഭാഗമാണ്. അതിൻ്റെ ഗ്രൗണ്ടും അതുപോലുള്ള മറ്റുള്ള ഓഫീസ് സ്ഥാപനങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്കൂൾ അവിടെയാണ്, അതിനെ തുടർന്നിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, കണ്ടില്ലേ? ഓക്കെ, നമ്മൾ നടന്ന് പാല വേറൊരു പാലത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ പാലത്തൂടെ പോയി കഴിഞ്ഞാൽ പൊൻപള്ളി, കാഞ്ഞിരപ്പള്ളി അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ കാണാം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ വന്ന വഴിയാണ്. ഈ ജംഗ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയാണ്. ആ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, പാല 6ആണ്. നമ്മൾ അവിടുന്ന് കണ്ട 6ആണ് ഈ കാണുന്നത്. നമ്മൾ അവിടുന്ന് നേരത്തെ വേറൊരു പാലത്തെ കൂടിയാണ് വന്നത്. ആ 6ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് പാല, ഇത് ഓവർ ബ്രിഡ്ജാണ്. ഇതിന് ചോട്ടിലൂടെ വേറെ അടിയിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അങ്ങനെ ആ റോഡ് അടിയിൽ കൂടി പോണ റോഡ് വണ്ടി പോണ കാണുന്നത്. ഇത് കണ്ടോ, കണ്ടില്ലേ? നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പമ്പ് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ആ പാല 6ൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ വന്ന റോഡ് അവിടെയാണ്, മെയിൻ ജംഗ്ഷൻ അവിടെയാണ്. ജനറൽ ഹോസ്പിറ്റലൊക്കെ ആ ഭാഗത്താണ്. ആ കറുത്ത ബിൽഡിങ്, ആ ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങാണ് ജനറൽ ഹോസ്പിറ്റലായിട്ട് കണ്ടോ, അത് ജനറൽ ഹോസ്പിറ്റലാണ്. കണ്ടില്ലേ? കണ്ടോ,
ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അധികം വൈകാതെ തന്നെ നമുക്ക് ഈ ആഴ്ച തന്നെ വേറെ ഒരു സിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, സമയത്തിൻ്റെ അനുസരിച്ച്. അഥവാ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇടും. ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വീഡിയോയോ ഷോട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. നേരത്തെ ഇതിൻ്റെ പാലായുടെ തന്നെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിരുന്നു. അതിനിപ്പോൾ 274 കാഴ്ചക്കാർ ഈ 10-20 മിനിറ്റിനുള്ളിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ എത്ര ലൈക്ക് കിട്ടും, ഷെയർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. ഓക്കെ.